ഹലോ, ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ 2-ാം തീയതി എടുത്ത വീഡിയോ ആണ്. അതായത് ആറ്റുകാൽ പൊങ്കാലയുടെ തലേദിവസം നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു 8:45 ട്രെയിനാണ് ഞങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നേരത്തെ പോയി സീറ്റൊക്കെ പിടിച്ചിടാമെന്ന് വിചാരിച്ചു. ഞാൻ പക്ഷേ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പോയിട്ട് പിടിച്ചാൽ മതിയായിരുന്നു. അവരല്ലെങ്കിൽ പൊങ്കാലയുടെ അന്ന് രാവിലെയോ അല്ലെങ്കിൽ തലേദിവസം വൈകുന്നേരത്തേക്ക് എത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ട്രെയിനിൽ കുഴപ്പമില്ല, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കയറിയതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ തിരുവല്ലയിലെത്തിയപ്പോൾ നല്ല തിരക്കായി. അങ്ങനെ ലാസ്റ്റ് തമ്പാനൂർ വന്നപ്പോൾ ഇതാണ് അവസ്ഥ. ഒരമ്മച്ചി പടഞ്ഞൊക്കെ വീണ് തള്ളിയിട്ടതാട്ടോ. അതെല്ലാവരും തിരക്ക് കാരണം. തമ്പാനൂർ പകുതൊട്ടേ എല്ലാം ഭയങ്കര ആൾക്കാരായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുകളുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നേ ഇല്ല. ഞങ്ങൾ പിന്നെ റെയിൽവേ ഗാർഡ്സിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഏരിയയിലാണ് കേട്ടോ ഇരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല വെയിലായിരുന്നു. പിന്നെ അവരത് കൊണ്ടൊരു പടുത്ത പോലെ കെട്ടി. ഞങ്ങൾ ചെന്ന പാടെ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. ആറ്റുകാൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നല്ല തിരക്കായതുകൊണ്ട് പ്ലാൻ മാറ്റി ഞങ്ങൾ പത്മനാഭ എടുത്തു പോയി. പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കില്ല. അതാണ് ഈ പത്മനാഭം വിസിറ്റിൻ്റെ ആവശ്യം. അവിടെ പോകുമ്പോൾ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ സാരി എടുത്തിട്ട് പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഓർക്കപ്പുറത്ത് പോയതുകൊണ്ട് തന്നെ നമ്മൾ ചുരിദാറൊക്കെ ഇട്ട് പോയിട്ട് മുണ്ട് അവിടെ നിന്ന് മേടിച്ചു കേട്ടോ. മുണ്ടില്ലാതെ അവർ കയറ്റില്ല എന്ന് പോലും. പിന്നെ ഞങ്ങൾ 4 മണിക്ക് തൊഴാൻ വേണ്ടിയിട്ട് 1 മണിയായപ്പോഴേ ക്യൂ നിന്ന് കയറി കേട്ടോ. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 5-5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. പത്മനാഭനെ കാണാൻ കയറിയത് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. കാരണം ഞാൻ കുറേ 2-3 വർഷമായിട്ട് അവിടെ നിന്നിട്ട് എനിക്ക് ഇന്നേ വരെ കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മൾ പിന്നെ പൊങ്കാലയ്ക്കുള്ള ഐറ്റംസൊക്കെ അവിടെ നിന്ന് തന്നെ പോകുന്ന വഴിക്കാട്ടോ മേടിച്ചത്. ഇവിടുന്ന് മേടിച്ചൊന്നും കൊണ്ടുപോയിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ സ്റ്റേജൊക്കെ കെട്ടി വരുന്ന അന്ന് അവിടെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു കലം കൂടെ വേണമായിരുന്നു. നമ്മൾ ചെറിയ കലം വലിയ കലം അതൊക്കെ നോക്കി ഇങ്ങനെ മേടിക്കാൻ കേട്ടോ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ പോയിടണമെന്നുണ്ട്. നടക്കുമായിരിക്കും, നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന. കാര്യം എനിക്ക് അത്രയും നല്ലൊരു പോസിറ്റീവ് വൈബ് വന്നൊരു പൊങ്കാലയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടോ പൊങ്കാലയാണ്. എൻ്റെ കന്നി പൊങ്കാല എന്നൊക്കെ വേണം പറയാം. കലമെല്ലാം മേടിച്ച് പിന്നെ നമ്മൾ ചെല്ലുന്നിടത്തിട്ട് അപ്പോഴത്തേക്ക് അവിടെ ഒരു അമ്പലം പോലെയൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ വൈകിട്ടത്തെ പരിപാടി കാണാനായിട്ട് നിൽക്കുകയാണ്. പിള്ളേരുടെ അടിപൊളി പരിപാടി ഉണ്ടായിരുന്നു. എന്തൊക്കെ തരം കഴിവുകളല്ല എല്ലാവർക്കും. ഇതൊക്കെ നല്ല ക്യൂട്ടായിരുന്നു. ഈ കുട്ടിയുടെ പരിപാടി കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരുടെ കൊറിയോഗ്രാഫർ അടുത്തതിലുണ്ടായിരുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് തമ്പാനൂർ നമ്മുടെ ഗാനമേള ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ നാൾക്ക് ശേഷം ഗാനമേള ഒന്ന് അടിച്ചു പൊളിക്കുന്ന അന്നാട്ടോ. എന്തായാലും പൊങ്കാല ആകെ അങ്ങ് അടിച്ച് പൊളിച്ചു. ഇവരുടെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കുറേ നാൾക്ക് ശേഷം നല്ലൊരു ഗാനമേള കേട്ട് എൻ്റെ ആഫ്റ്റർ